ഇ.പി. മോയിൻകുട്ടി രചിച്ച മക്തി തങ്ങൾ മുതൽ ഡോക്ടർ ഗഫൂർ വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 3-ന് മമ്പാട് MES കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ്. MES സീനിയർ ഉപാധ്യക്ഷൻ ഇ.പി. മോയിൻകുട്ടിയാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. MES അധ്യക്ഷൻ ഡോക്ടർ P.A. ഫസൽ ഗഫൂർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. പ്രമുഖ സാംസ്കാരിക നായകനും എഴുത്തുകാരനുമായ പ്രൊഫസർ M.N. കാരശ്ശേരി പുസ്തകം ഏറ്റുവാങ്ങും. MES ബുള്ളറ്റിൻ റെസിഡന്റ് എഡിറ്റർ C.T. സക്കീർ ഹുസൈൻ അധ്യക്ഷനാകും. എഴുത്തുകാരൻ A.P. കുഞ്ഞാമു പുസ്തകം പരിചയപ്പെടുത്തും. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്ന രണ്ട് നവോത്ഥാന നായകർ മുസ്ലിം സമുദായത്തിനുണ്ട്. ഒന്ന് സയ്യിദ് സനാഉല്ലാ മക്കി തങ്ങളും മറ്റൊന്ന് ഡോക്ടർ P.K. അബ്ദുൽ ഗഫൂർ. പ്രതിപാദിക്കുന്നതും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക വളർച്ചയെക്കുറിച്ച് പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് മക്കി തങ്ങൾ മുതൽ ഡോക്ടർ ഗഫൂർ വരെ എന്ന് പറയുന്നത്. MESന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ജനാബ് ഇ.പി. മോയിൻകുട്ടിയാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അദ്ദേഹം കുറെ വർഷങ്ങളായി എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് മക്കി തങ്ങൾ മുതൽ ഡോക്ടർ ഗഫൂർ വരെ എന്ന് പറയുന്ന കൃതി, ഈ ഗ്രന്ഥം. അതില് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, അക്ഷരങ്ങളോട് പുസ്തകങ്ങളോട് മുഖം തിരിച്ചിരുന്ന അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മുഴുകിയിരുന്ന ഒരു സമുദായമായിരുന്നു മുസ്ലിം സമുദായം. ഈ മുസ്ലിം സമുദായത്തിനിടയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമായിരുന്നു സയ്യിദ് സനാഉല്ലാ മക്കി തങ്ങൾ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം മുസ്ലിം സമുദായത്തിന്റെ ഈ അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ വിപ്ലവകരമായ പോരാട്ടം നടത്തിയ വ്യക്തിത്വമായിരുന്നു മക്കി തങ്ങൾ. സ്വാഭാവികമായിട്ടും 19ാം നൂറ്റാണ്ടിലാണ് 1847 ജനിക്കുകയും 1912 മരണപ്പെടുകയും ചെയ്ത തങ്ങൾക്ക് ശേഷം 964 MES രൂപീകൃതമാകുന്നത്. അതിനുശേഷം MES രൂപീകൃതമായി അന്നത്തെ MESന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ഡോക്ടർ P.K. അബ്ദുൽ ഗഫൂറാണ്. സയ്യിദ് സനാഉല്ലാ മക്കി തങ്ങൾ തുടക്കം കുറിച്ച മുസ്ലിം സമുദായത്തിന്റെ ഈ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് ഒരു തുടർച്ചയായിക്കൊണ്ടാണ് ഡോക്ടർ P.K. അബ്ദുൽ ഗഫൂർ ഈ രംഗത്ത് വരുന്നത്. സംഘാടക സമിതി കൺവീനർ E.P. ഉബൈദുള്ള, അംഗങ്ങളായ നൌഷാദ് എടമണ്ണ, ഷുക്കൂർ പാണ്ടിക്കാട്, K.K. ഷാജി, A.T. അബ്ദുള്ളക്കുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.